നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. അതിദിവ്യമായ ഈ രാമായണ മാസത്തിൽ ത്രിപുരാശ്രമം മഠാധിപതിയായിട്ടുള്ള ശ്രീ നിജാനന്ദ സരസ്വതിയുടെ ഗംഭീരമായ ആത്മീയ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. വിഷയം രാമായണം ചുരുക്കത്തിൽ. ഇതിനായി സ്വാമിജിയെ STVയുടെ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീ നാരായണീ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാം വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീരാമ രാമ രാമേതി രമേ രാമേ വരാനനെ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഓം ശ്രീ നാരായണീ നമഃ. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ. രാമായണത്തെക്കുറിച്ചിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ വിശേഷമായിട്ട് രാമായണ മാസം എന്നീ രീതിയിൽ ആചരിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ വിചാരം ചെയ്യുന്നത്. ഒറ്റ വാക്യത്തിൽ എന്താണ് രാമായണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് രാമായണം എന്ന് നമുക്കൊരു ചോദ്യം വരികയാണെങ്കിൽ അതിനുള്ള ലളിതമായ മറുപടി സത്യസാക്ഷാത്കാര സാധനയാണ് രാമായണം. പരമസത്യമായിരിക്കുന്ന, നിർഗുണ നിരാകാരമായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന, നമ്മിൽ ഏവരിലും ആത്മസ്വരൂപത്തിൽ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ സർവേശ്വരനെ സാക്ഷാത്കരിക്കുവാൻ ഉപകരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ശാസ്ത്രീയമായ ആധ്യാത്മിക ഗ്രന്ഥമാണ് രാമായണം എന്നത് നമുക്കേവർക്കും മനസ്സിലാക്കാം. ഈ രാമായണം അതിൻ്റെ ആ രചനാ സ്വഭാവം അത് ഗുരു ശിഷ്യ സംവാദത്തിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ ആരാണ്, ശിഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണ്, അത് നമുക്ക് ആദ്യം ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമമായിരിക്കുന്ന തത്വം, അല്ലെങ്കിൽ ഏറ്റവും വലിയത്. ഇപ്പം നമ്മൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും വ്യാപനം, എന്നുവെച്ചാൽ വ്യാപിച്ചത്, സർവ്വവ്യാപകം. ദൃശ്യത്തിലും അദൃശ്യത്തിലും 14 ലോകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഭാരതത്തിൽ മാത്രമല്ല, മൊത്തം ഭൂലോകത്തിലും അതിനതീതമായിട്ട് പറയപ്പെടുന്ന ആ ലോകങ്ങളിലൊക്കെ സാന്നിധ്യം ചെയ്തിരിക്കുന്ന സത്യത്തെ, പരമസത്യത്തെ ബോധിച്ചിരിക്കുന്ന ഒരു തത്വത്തെയാണ് നമ്മളിവിടെ ഗുരു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ശിഷ്യൻ എന്ന് പറഞ്ഞാലോ പരമമായിരിക്കുന്ന സത്യം അറിയില്ല. അതുകൊണ്ട് എന്താണ്, ഞാൻ ദുഃഖിയാണ്, ക്ലേശിയാണ്, എനിക്ക് മോഹങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അസംതൃപ്തിയോട് കൂടിയിട്ട്, എന്നുവെച്ചാൽ പൂർണ്ണമായ തികവില്ലാതെ ജീവിച്ചു വരുന്ന ആ ഒരു ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്താണ് സത്യം എന്നറിയുവാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി സത്തയാണ് നമ്മളിവിടെ ശിഷ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരു ശിഷ്യ സംവാദ സ്വരൂപത്തിലാണ് നമ്മുടെ ഈ രാമായണത്തിൻ്റെയും രചന. ഇനി അപ്പോൾ നമുക്കിനി അറിയേണ്ടത് എന്താ, രാമൻ
ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത്. എന്താണ് രാമൻ എന്ന് പറഞ്ഞാൽ പറയുന്നത്? ഒത്തിരി നിർവചനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സച്ചിദാനന്ദമാണ് രാമൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അതിൽ 3 ശബ്ദം വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്കത് ശ്രവിക്കുമ്പോൾ അതൊരു പേരല്ലേ എന്നാണ് തോന്നുക. എന്നാൽ സച്ചിദാനന്ദം നമ്മൾ പദം പിരിച്ചു പറയുമ്പോൾ എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം. ഇങ്ങനെ ഈ 3 ശബ്ദത്തെ ഒരുമിച്ച് പറയുമ്പോഴാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ സത്തായിട്ടും ചിത്തായിട്ടും ആനന്ദമായിട്ടും ഏതൊരു കാലത്തും നിലനിൽക്കുന്നതായിരിക്കുന്ന, എന്ന് വെച്ചാൽ അകത്തും പുറത്തും ദൃശ്യത്തിലും അദൃശ്യത്തിലും ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും ഉള്ളതായിരിക്കുന്ന തത്വം അല്ലെങ്കിൽ സത്യം, അതെന്താണോ അതാണ് ശ്രീരാമൻ എന്ന് വെച്ചാൽ ഈശ്വരൻ, ദൈവം എന്നൊക്കെ, ആത്മാ എന്നൊക്കെ പറയുന്ന ആ പരമ്പൊരുളിനെയാണ് ഇവിടെ സച്ചിദാനന്ദം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? പിന്നെ രാമോ വിഗ്രഹവാൻ ധർമ്മ, അടുത്തൊരു നിർവചനമാണ്. അല്ലെങ്കിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിജിയെക്കുറിച്ച് പറയുന്ന വേറൊരു പ്രയോഗമാണ് രാമൻ ധർമ്മം തന്നെ രൂപം പൂണ്ടവനാണ് എന്നാണ് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊന്നിനെയും ഉള്ളതാക്കി നിലനിർത്തി വെച്ചിരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. എന്നുവെച്ചാൽ ഈ ഭൂലോകത്തെ ആയാലും ഇവിടുത്തെ സർവചരാചരങ്ങളെയും ഒക്കെ അതാതിൻ്റെ സ്വരൂപത്തിൽ സ്വഭാവത്തിൽ നിലനിർത്തി വെച്ചിരിക്കുന്ന ആ ശക്തി വിശേഷം, അതിനെയാണ് ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ശ്രീരാമൻ എന്ന് പറയുന്ന ഭഗവാൻ സാക്ഷാൽ ധർമ്മം തന്നെ വിഗ്രഹം പൂണ്ട് മനുഷ്യരൂപത്തിൽ ഭൂലോകത്തിൽ അവതരിച്ചിരിക്കുന്ന സച്ചിദാനന്ദ പരമ്പൊരുൾ എന്നാണ് പറയുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? അതായത് രാമൻ പരമാത്മാവാണ്, ഈശ്വരനാണ് എന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ നിൽക്കുമ്പോഴെന്താണ്, നമുക്കാർക്കും അത് പ്രാപിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറും അല്ലേ? ഈശ്വരൻ, ദൈവം എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഉയർന്ന് മുകളിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കില്ല. അതിനെ ജപിക്കാനും ഭജിക്കാനും പൂജിക്കാനും നമിക്കാനും കീർത്തിക്കാനും അതിൽ ഭക്തിയൊക്കെ പൂണ്ട് നമുക്ക് അങ്ങനെ ജീവിക്കാനാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആയാൽ നമുക്ക് ആർക്കെങ്കിലും അതുകൊണ്ട് വിശേഷിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ? അല്ല. കാരണം രാമനെ അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? രാമനായിത്തീരാനായിരിക്കണം. ഇപ്പം രാമനായിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം സച്ചിദാനന്ദ സ്വരൂപമായിട്ട് ആത്മസ്വരൂപമായിട്ട് നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എൻ്റെ ഹൃദയത്തിലും എന്നുള്ള ആ ഒരു അവബോധം, അതിൻ്റെ ഒരു സാക്ഷാത്കാരം അത് നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആ വേദത്തെ തന്നെ പകുത്ത വേദവ്യാസ മഹർഷി, ആ വേദവ്യാസ മഹർഷി ഇത് അധ്യാത്മ രാമായണം എന്നീ രീതിയിൽ അതിൻ്റെ സംസ്കൃതത്തിൽ അതിൻ്റെ മൂലരാമായണം വേറെയുണ്ട് എന്ന പോലെ അത് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് രാമായണത്തിൻ്റെ ആദ്യ കവിയായിട്ട് വാത്മീക മഹർഷിയാണ് അല്ലേ? വാത്മീകി മഹർഷിയാണ്. അപ്പോൾ ആ വാത്മീകി മഹർഷി ഇവിടെ ധർമ്മസ്വരൂപമാണ് രാമൻ എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ് ധർമ്മം? ഈ ധർമ്മത്തിന് നമ്മൾ പറഞ്ഞു സാക്ഷാൽ ഈശ്വരനാണ്
ആത്മാവാണ്, ചൈതന്യമാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളേവരും ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒന്നുമില്ലാത്ത ഒരു സത്യത്തെയാണ് എന്തെന്നും പറയുന്നത്? ധർമ്മം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ധർമ്മത്തിന് 4 പാദം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 4 പാദവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭരണകാലത്ത് എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തിങ്കൽ ഈ 4 പാദവും പൂർണ്ണമായിരുന്നു. ആരിൽ? ഭഗവാൻ ശ്രീരാമചന്ദ്രനിൽ മാത്രം. അപ്പം അതുകൊണ്ടാണ് ഭഗവാനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മത്തിന് 4 പാദം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അതായത് സത്യം, ശൗചം, തപസ്, ദയ. ഇതാണ് ധർമ്മത്തിൻ്റെ ഈ 4 പാദം എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ, അതാണല്ലോ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാതാവിൻ്റെ അനുഭവജ്ഞാനവും എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു അറിവും ആ രണ്ടും കൂടി ചേർന്നിട്ടാണ് ശരിക്കും അതിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് സത്യം, ശൗചം, തപസ്, ദയ. ഈ 4 എന്ന് വെച്ചാൽ ഈ 4ൻ്റെയും അപ്പം ഇതിൻ്റെ വിപരീതം എന്താണ്? സത്യം എന്ന് പറയുമ്പോൾ അസത്യം, ശൗചം എന്ന് പറയുമ്പോൾ അശൗചം, തപസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീതം വൈശീകത, ദയ എന്ന് പറയുമ്പോഴോ അതിൻ്റെ വിപരീതം എന്താണ്? ക്രൂരത. അതുകൊണ്ട് തന്നെ ഈ 4ഉം 4ഉം 8ൻ്റെ അല്ലെങ്കിൽ 4 പാദത്തിൻ്റെ അല്ലെങ്കിൽ ഈ 8 പാദത്തിൻ്റെ താല്പര്യം, വിശദീകരണം നമുക്ക് വ്യക്തമാക്കി തരുന്ന ആധ്യാത്മികമായിരിക്കുന്ന ശാസ്ത്രീയമായ ഗ്രന്ഥമാണ് ഏത്? രാമായണം. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് സത്യം. അപ്പം ഇവിടെ സത്യത്തെ സർവത്ര പാലിച്ചാൽ എന്താ പറയുന്നത്? സത്യസാക്ഷാത്കാരം സാധിക്കും എന്നാണ് പറയുന്നത്. സത്യത്തെ എന്ത് വേണം? സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പാലിക്കണം എന്നാണ്. അപ്പോൾ സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തെ തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ സത്യം എന്ന് പറയുമ്പോൾ അപ്പോൾ ശരിക്കും എന്താണ്? ത്രികാലാബാധിതം സത്യം എന്ന് വെച്ചാൽ ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഉള്ളതായിരിക്കുന്ന തത്വം, ഇല്ലെങ്കിൽ ബോധം, പ്രജ്ഞ, അറിവ്, അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പം ആ സത്യത്തെക്കുറിച്ച് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈശ്വരനെക്കുറിച്ച് മാത്രം, ഇല്ലെങ്കിൽ ശാസ്ത്രീയമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെ താല്പര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മാത്രമേ സത്യമാവുകയുള്ളൂ. മറ്റുള്ളതൊക്കെ എന്താണ്? ആപേക്ഷികങ്ങളായിരിക്കുന്ന അർദ്ധസത്യങ്ങളാണ്. വ്യക്തമാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് അതാണ് നമുക്കിവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നാമം ജപിച്ചും രൂപം ധ്യാനിച്ചും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവിടുത്തെ പൂജയാണ് എന്നുള്ള ഭാവനയോടുകൂടി നമ്മൾ ജീവിച്ചു പോയാൽ ഈ വർത്തമാനകാല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മരണം അല്ലെങ്കിൽ സമാധി അല്ലെങ്കിൽ ജീവത്യാഗം, ഈ ജീവൻ നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും പോകുന്നതോടുകൂടി അല്ലെങ്കിൽ ആ പോകുമ്പോഴേക്കും സത്യത്തെ, ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം അതിലിപ്പോൾ എന്തേ ചിന്തിക്കേണ്ട ഇങ്ങനെ കേൾക്കുമ്പോൾ? അപ്പോൾ ഇതിൽ സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് അപ്രിയം സത്യം എന്ന് പറയും. അപ്പം നമ്മൾ ഈ വ്യവഹാര ലോകത്തിൽ എന്നുവെച്ചാൽ ഈ ഭൂലോകത്തിൽ ജീവിക്കുമ്പോൾ സത്യം പറയുക എന്ന് പറയുമ്പോൾ എന്താണ്? തനിക്കും മറ്റുള്ളവർക്കും
ഒരുപോലെ വിജയം ഉണ്ടാക്കുന്ന, നന്മ ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നാം സത്യം പറയുന്ന ആളായിട്ട് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ പറയുന്ന സത്യം അത് മറ്റുള്ളവരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളെ ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും തളർത്തുന്നതും തകർക്കുന്നതുമാണെങ്കിലോ അത് അർദ്ധസത്യമാണ്. വ്യക്തമാകുന്നുണ്ടോ? അപ്പം ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, സത്യം പറയുക എന്ന് പറഞ്ഞാൽ തനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ നന്മയ്ക്ക് കാരണമായിരിക്കുന്ന ആശയത്തെ, വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നാം സത്യം പറയുന്ന ആളായിട്ട് വരുന്നത്. അതിപ്പോൾ എന്തേ പറ്റൂ? നമുക്ക് നമ്മുടെ വിശ്വാസമനുസരിച്ച് ശ്രീരാമചന്ദ്രനെക്കുറിച്ചും ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചും അതുപോലെ നമ്മുടെ അറിവിൽ വന്നിരിക്കുന്നതായ ഈശ്വരീയമായിരിക്കുന്ന ദൈവീകമായിരിക്കുന്ന ആ സത്യത്തെക്കുറിച്ച് പറയുന്നത് മാത്രമേ സത്യം പറയുക എന്നതുകൊണ്ട് വരുന്നുള്ളൂ. ഇനി അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ സത്യം പാലിക്കണമെങ്കിൽ എന്ത് വേണം? സത്യം പാലിക്കണമെങ്കിൽ ത്യാഗമാണ് വേണ്ടത്. ത്യാഗമുണ്ടെങ്കിലേ നമുക്ക് സത്യം പാലിക്കാൻ പറ്റൂ. അതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ശ്രീരാമ ഭഗവാന്റെ ത്യാഗം, പിന്നെ അതുപോലെ തന്നെ ഭഗവാന്റെ പ്രതിജ്ഞാബദ്ധത, പിന്നെയോ ഏകപത്നീ വ്രതം, ഈ പറയുന്ന 3 അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. അല്ലേ? സ്വന്തം പിതാവിനോടുള്ള അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെ വാക്യത്തെ, നിർദ്ദേശത്തെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ 2 പ്രാവശ്യവും കാനനത്തിലേക്ക്, എന്നുവെച്ചാൽ രാജധാനിയിൽ നിന്നും കാട്ടിലേക്ക് പോകുന്നത്. അത് രാമന് വേണ്ടിയിട്ടല്ല. കാരണം തൻ്റെ പിതാവിൻ്റെ, എന്നുവെച്ചാൽ തൻ്റെ പിതാവിൻ്റെ സത്യത്തെ സംരക്ഷിക്കേണ്ട ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ഭഗവാൻ, അല്ലേ? അറിയാം, ഒന്ന് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ്റെ ഒക്കെ കൂടി ആ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കുന്ന ഒരു രംഗമുണ്ട്, അല്ലേ? പിന്നെ എന്താണ്? പിന്നെ എപ്പോഴാണ് പോകുന്നത്? സീത എന്ന് വെച്ചാൽ തനിക്ക് രാജാഭിഷേകം സന്ദർഭത്തിൽ തൻ്റെ തന്നെ മാതാവായിരിക്കുന്ന, എന്ന് വെച്ചാൽ വലിയമ്മ ചെറിയമ്മ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും മാതാവായിട്ടാണല്ലോ കാണുന്നത്. അപ്പം അമ്മയ്ക്ക് പിതാവ് കൊടുത്ത വാക്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 2ാമത് ഭഗവാൻ വനത്തിലേക്ക് പോകുന്നത്. അപ്പം അവിടെ എന്തായി 2 സമയത്തും സംഭവിക്കുന്നത്? ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് അത് നിഷേധിക്കാമായിരുന്നു, അവഗണിക്കാമായിരുന്നു, അല്ലേ? കാരണം എനിക്ക് വയ്യ, ഇപ്പം ഇവിടെ എത്ര സുഖ സൗകര്യങ്ങളോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്തിനെയാണ് ഈ മുനിമാരുടെ അല്ലെങ്കിൽ സന്യാസിമാരുടെ അല്ലെങ്കിൽ ആശ്രമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്? എനിക്ക് പറ്റില്ല എന്ന് പറയാമായിരുന്നു, അല്ലേ? എന്ന പോലെ താൻ മാതൃതുല്യം അമ്മയേക്കാൾ സ്നേഹിക്കുന്ന മാതാവിൻ്റെ വാക്യം, ആ വാക്യത്തെ അച്ഛന് വേണ്ടി പരിപാലിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കിട്ടുന്ന ആ രാജാധിപത്യം ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. അപ്പം നോക്കൂ, അതാണ് പറഞ്ഞത് രാമൻ്റെ ത്യാഗം. നമുക്ക് സത്യം പരിപാലിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ത്യാഗബുദ്ധിയാണ്. പിന്നെ എന്താണ്? പ്രതിജ്ഞാബദ്ധത. അത് നമ്മൾ കണ്ടു. വാക്കിനെ പാലിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ തൻ്റെ പിതാവിൻ്റെ വാക്യം എന്ന് പറയുന്നത് പുത്രനാണ് അതിനെ പരിപാലിക്കേണ്ടത്. പിന്നെ എന്താ പറയണത്? ഏകപത്നീ വ്രതമാണ്. തൻ്റെ പത്നിയെ മാത്രമാണ് ശ്രീരാമ അവതാര കാലത്തെ പത്നീഭാവത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ആ അവരവരുടേതായിരിക്കുന്ന ആ ഒരു റോൾ അല്ലെങ്കിൽ വേഷം എന്ന് വെച്ചാൽ അമ്മ, സഹോദരി, സുഹൃത്ത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാത്രമേ ശ്രീരാമ ഭഗവാൻ കണ്ടിരുന്നുള്ളൂ. അതാണ്. ഇനി
കാരണം ഇങ്ങനെ ഉള്ള ഒരു ജീവിത നിഷ്ഠ, ധർമ്മനിഷ്ഠ, ഈ ധർമ്മനിഷ്ഠ നമ്മൾ പുലർത്തുമ്പോഴാണ് എന്ത് സാധിക്കുന്നത്? സുഖം, നമുക്ക് സുഖം അനുഭവിക്കാൻ, പരമസുഖം, സച്ചിദാനന്ദം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദം എന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ കലർപ്പില്ലാത്ത സുഖത്തിൻ്റെ അനുഭവം. അപ്പം അവിടെ ശരിക്കും എന്തായിരിക്കും? അവിടെ മൗനമായിരിക്കും. അപ്പം ആ മൗനത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാലോ തനിക്കും മറ്റുള്ളവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആ ഈശ്വരീയമായ ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. അതാണ്. അപ്പോൾ ഈശ്വരനിൽ ഭക്തി വളർത്തുവാൻ ഉതകുന്ന ആശയങ്ങൾ, അതിനെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് രാമായണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണ്? ത്രേതായുഗത്തിന് വേണ്ടി മാത്രമല്ല, അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഹൃദയുഗത്തിന് മാത്രം വേണ്ടിയല്ല, പിന്നെയോ ദ്വാപരയുഗത്തിനും വേണ്ടി മാത്രമല്ല, പിന്നെ എന്താണ്? കലിയുഗത്തിനും വേണ്ടി മാത്രമല്ല, എന്നത്തേക്കും നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഉപദേശരത്നങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ് രാമായണം എന്നുള്ള ആ ഒരു അവബോധം ഈ രാമായണം പിന്തുടരുന്ന, രാമകഥയെ പ്രചരിപ്പിക്കുന്ന, ബോധിപ്പിക്കുന്ന നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സത്യം വദ ധർമ്മം ചര ഈ ഒരൊറ്റ പ്രയോഗത്തിൽ നമ്മുടേതായിരിക്കുന്ന ശാസ്ത്രോക്തമായിരിക്കുന്ന നിർദ്ദേശം അടങ്ങി. കാരണം എന്താ? ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപ ബ്രഹ്മയേത് ഏ വിഭേത്യ അല്പശ്രുതാൻ അയം മ വേദം പ്രഹരിഷ്യതി എന്നൊരു നിരീക്ഷണമുണ്ട്. എന്ന് പറഞ്ഞാൽ വേദത്തെ, ഈ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദിപ്പിക്കുന്നതിനെയാണ് വേദം എന്ന് പറയുന്നത്. എന്തിനെ വേദിപ്പിക്കുന്നത്? ഈശ്വരനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, സത്യത്തെക്കുറിച്ചും എന്ന പോലെ ആ പരമാത്മാവിനെക്കുറിച്ചും പൂർണ്ണമായിരിക്കുന്ന പ്രജ്ഞയെക്കുറിച്ചും ബോധിപ്പിക്കുന്നതാണ്. അതാണ് വേദം. അല്ലാതെ ഇപ്പോൾ നമ്മൾ പറയുന്നൊരു അർത്ഥമല്ല ഈ വേദം എന്ന് പറഞ്ഞ വെറും ഒരു അറിവ് എന്നുള്ള ഒരു തലത്തിൽ മാത്രം നിർത്തി പറയേണ്ടതല്ല. എന്തിനെ കുറിച്ചിട്ടുള്ള അറിവ്? ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ്, ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ്. എന്നിലും അതുപോലെ നിന്നിലും സർവ്വതിലും ഈശ്വര ചൈതന്യം തന്നെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു സത്യം, അതാണ് വേദം. അപ്പം ഇവിടെ സത്യം വദ ധർമ്മം ചര. അപ്പം സത്യം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരനെ കുറിച്ച് പറയുന്നത് മാത്രമേ സത്യം പറയുക എന്നതുകൊണ്ട് അർത്ഥമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ കലിയുഗത്തിങ്കിൽ എന്താ പറയുന്നത്? നാമജപം എന്ന് വെച്ചാൽ നമ്മുടെ ദ്വാപരയുഗത്തിലും എന്ന പോലെ ത്രേതായുഗത്തിലും അതുപോലെ ഹൃദയുഗത്തിലും കഠിനമായ തപസ്സുകളെ കൊണ്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത ഈശ്വരീയമായ സത്യത്തെ നാമജപം കൊണ്ട് മാത്രം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളൊരു മഹത്വം ഈ രാമായണത്തിൻ്റെ പിറകിലുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ രാമനാമമന്ത്രം മാത്രം ജപിച്ചാൽ മതി. എങ്ങനെ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ആ
സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമ്പൊരുളായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപത്തിൽ എന്ന പോലെ ബോധത്തിൽ ബുദ്ധിസ്വരൂപത്തിൽ ആ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ആ പരമ്പൊരുളിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഏവർക്കും ഒരുപോലെ ശാന്തിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സത്സംഗ പ്രഭാഷണം രാമായണം രാമനെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വിഷയം ഇവിടെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. STV സംസ്കൃതി പ്രോഗ്രാമിൻ്റെ ക്ഷണമനുസരിച്ച് ഗംഭീരമായിട്ട് രാമായണ പ്രഭാഷണം നടത്തിയ ശ്രീ നിജാനന്ദ സരസ്വതി സ്വാമികൾക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും.